വയനാട് ചുരം കയറി പോവുകയാണ്. ചുരം കയറി ചെന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ? കണക്കുകൾ നോക്കാൻ നമുക്ക് ആദ്യം 2021 കണക്ക് നമ്മുടെ മുന്നിൽ വരികയാണ്. ആകെ സീറ്റ് 3 LDF 1 UDF 2 എന്നുള്ളതാണ് 2021 നമ്മുടെ മുന്നിൽ വെച്ച ചിത്രം. തദ്ദേശത്തിലേക്ക് വരുമ്പോഴോ, തദ്ദേശത്തിൽ വയനാട് എങ്ങനെയാണ് വിധി എഴുതിയത്? LDF ഒന്നും ഉണ്ടായില്ല. UDF 3 സീറ്റുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് തദ്ദേശത്തിലെ ചിത്രം. നിയമസഭയിൽ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ദീപക് മോഹൻ നമുക്ക് പറഞ്ഞു തരും. ദീപക്, വയനാട് ചുരം കയറൽ ആർക്കായിരിക്കും കടുപ്പം? മധു, വയനാടിനെ സംബന്ധിച്ചിടത്തോളം സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി എന്ന 3 മണ്ഡലങ്ങളാണ് പൊതുവെ, അതായത് മുൻപത്തെ കാലങ്ങളിലൊക്കെ തന്നെ വയനാട് UDFന്റെ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. എന്നാൽ ഈ മാനന്തവാടി മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത് OR കേളുവാണ്. പിന്നീട് ആദിവാസി ക്ഷേമ വികസന വകുപ്പ് മന്ത്രിയായി OR കേളു എത്തി. ഇത്തവണ OR കേളുവിൽ നിന്ന് കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചു പിടിച്ച് ഉഷാ വിജയം നേടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതേസമയം സുൽത്താൻ ബത്തേരിയിൽ 3ാം തവണയും IC ബാലകൃഷ്ണൻ തന്നെ വിജയത്തിലേക്ക് എത്തും എന്നൊരു ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ UDF ക്യാമ്പും. കൽപ്പറ്റയിലും അതുപോലെ തന്നെ വലിയ മികച്ച മത്സരമായിരുന്നു, വാശിയേറിയ മത്സരം. ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള കോൺഗ്രസിന്റെ T സിദ്ദീഖ് MLA, എതിർഭാഗത്ത് RJDയുടെ സ്ഥാനാർത്ഥിയായ PK അനിൽകുമാർ. പക്ഷേ കോൺഗ്രസും അതോടൊപ്പം UDFും പറയുന്നത് കൽപ്പറ്റയിലും വിജയം സുനിശ്ചിതമായും UDFിനൊപ്പമായിരിക്കുമെന്നാണ്. അതേസമയം RJD ഇടതുപക്ഷ പ്രവർത്തകരുടെയൊക്കെ വലിയൊരു വിശ്വാസം, അല്ലെങ്കിൽ അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ UDFിൽ നിന്ന് കൽപ്പറ്റ സീറ്റ് LDF പിടിച്ചെടുക്കുമെന്നതാണ്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ 3 മണ്ഡലങ്ങളിലും UDFന്റെ ഉറച്ച കോട്ടയായിരുന്നു. അത് ഇത്തവണ ആവർത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുന്നത്. അങ്ങനെ വയനാട്ടിൽ UDF ക്ലീൻ സ്വീപ്പ് സാധ്യമാകുമോ, അതോ LDF അവിടെ തുടരുമോ? ഒരു സീറ്റ് പിടിച്ചു വെക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കത് കാത്തിരിക്കേണ്ടതുണ്ട്.